Hello, my dear students. Welcome back to Ishack's Physics Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ നമ്പർ 12 ആറ്റംസ്. സെക്കൻഡ് പാർട്ടിലെ ചാപ്റ്റർ നമ്പർ 12 ആറ്റംസിലെ ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ബോർ ആറ്റം മോഡൽ, ദെൻ ബോർ റേഡിയസ്, ലിമിറ്റേഷൻസ് ഓഫ് ബോർ ആറ്റം മോഡൽ, ഹൈഡ്രജൻ സ്പെക്ട്രം, ദെൻ ഡി ബ്രോഗ്ലി ഇന്റർപ്രിട്ടേഷൻ ഓഫ് ബോർ പോസ്റ്റ്ലേറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഫോക്കസ് ഏരിയയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആറ്റം എന്ന ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ മെൻഷൻ ചെയ്ത് മുഴുവൻ ടോപ്പിക്കും നമ്മൾ ഈ ഒരു ഒറ്റ വീഡിയോയിലാണ് ഒതുക്കിയിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ബോർ മോഡൽ ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം. Bohr combined classical and quantum mechanical theories to explain structure of atom and the revolving electrons. റുദർഫോർഡ് ആറ്റം മോഡൽ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോർ ആറ്റം മോഡൽ കൊണ്ടുവരുന്നത്. ബോർ ഈസ് നോട്ട് എ ഫൈനൽ മോഡൽ. ബോറിലും ലിമിറ്റേഷൻസ് ഉണ്ട്. ബട്ട് റുദർഫോർഡിൽ ഒരു ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അതാണ് ഫസ്റ്റ് ഒരു പോസ്റ്റ്ലേറ്റ് ആക്കി വെച്ചുകൊണ്ട് ബോർ തൻ്റെ മോഡൽ ഡെവലപ്പ് ചെയ്യുന്നത്. ബോർ മോഡൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ ക്ലാസിക്കൽ തിയറീസും ക്വാണ്ടം മെക്കാനിക്കൽ തിയറീസും കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു പുതിയ ഒരു പെർസ്പെക്റ്റീവാണ് ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം കൊണ്ടുവരുന്നത്. ശരിക്കും ബോർ ആറ്റം മോഡൽ ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറയാൻ കാരണം ഈ മോഡൽ ഈവൻ ഹീലിയത്തിനടക്കം അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ബോർ ആറ്റം മോഡൽ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഫൈനൽ മോഡൽ. ബോർ postulates. First one, an electron in an atom could revolve in certain orbits without the emission of radiation. These orbits are called stable or stationary or non-radiating orbits. റുദർഫോർഡ് ആറ്റം മോഡലിൽ എന്തുകൊണ്ടാണ് ആക്സലറേറ്റിംഗ് ഇലക്ട്രോൺസ് വേവ് പ്രൊഡ്യൂസ് ചെയ്യാത്തത്? കാരണം നമുക്കറിയാം മാക്സ്വെൽ തിയറി പ്രകാരം, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് തിയറി പ്രകാരം ആക്സലറേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യുന്നതോ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ചാർജ് പാർട്ടിക്കിൾ വേവ് പ്രൊഡ്യൂസ് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് എനർജി ലൂസ് ചെയ്യും. പക്ഷേ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങുമ്പോൾ അത് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് എനർജി ലൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ബോർ അതൊരു പോസ്റ്റ്ലേറ്റ് ആക്കി വെച്ചു. കാരണം എന്താണ്, ഈ പോസ്റ്റ്ലേറ്റ് തെറ്റാന്ന് ആരും തെളിയിക്കുകയാണെങ്കിൽ ബോറിന്റെ മോഡൽ മുഴുവൻ തെറ്റാണ്. അപ്പോൾ സെർട്ടൈൻ പോസ്റ്റ്ലേറ്റ്സ് വെച്ചിട്ടാണ് ബോർ ആറ്റം മോഡൽ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോസ്റ്റ്ലേറ്റ്സിൽ എപ്പോഴെങ്കിലും ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഈ പോസ്റ്റ്ലേറ്റ് തെറ്റാന്ന് ആരെങ്കിലും തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം കംപ്ലീറ്റ്ലി ബോർ മോഡൽ തെറ്റാന്ന് പറയാം. കാരണം ഈ പോസ്റ്റ്ലേറ്റ്സിന്റെ മുകളിലാണ് ബോർ തന്റെ ആറ്റം മോഡൽ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ഓർബിറ്റ്സിൽ കറങ്ങുന്ന ഇലക്ട്രോൺസ്, അത് ഇറേഡിയേറ്റിംഗ് ഓർബിറ്റ്സ് ആണ്. ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യില്ല, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യില്ല. Second one, the electron revolves around the nucleus only in those orbits for which the angular momentum is some integral multiples of h by 2 pi, where h is the Planck's constant is equal to 6.6 into 10 raised to minus 34 joule second. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്യുമ്പോൾ അത് എല്ലാവിടെയും റിവോൾവ് ചെയ്യില്ല. റിവോൾവ് ചെയ്യുന്ന ഓരോ ഓർബിറ്റ്സിന്റെ ആംഗുലർ മൊമെന്റം എന്തായിരിക്കും, h by 2 pi എന്ന ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ്. സോ nh by 2 pi. സോ ഫസ്റ്റ് h by 2 pi, അടുത്ത 2h by 2 pi, 3h by 2 pi, 4h by 2 pi. ഇനി ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ട് മാത്രമേ എന്തുണ്ടാവുള്ളൂ, അതിന് ആംഗുലർ മൊമെന്റം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ രണ്ട് പോസിറ്റീവ്സ് നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ചില ഫിക്സഡ് ഓർബിറ്റ്സിൽ മാത്രമേ ഇലക്ട്രോൺസ് കറങ്ങുള്ളൂ, അല്ലാതെ എല്ലാവിടെയായിട്ട് അതിന് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ഇലക്ട്രോൺസ് വരില്ല. ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ് ആയിരിക്കും ഇലക്ട്രോൺസ് ഉണ്ടാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ കഴിയുന്നത്. Thus, the angular momentum L of the orbiting electron is quantized. That is, L is equal to nh by 2 pi, n equal to 1, 2, 3, 4, so on so. അപ്പോൾ ഫസ്റ്റ് ഓർബിറ്റ് ആകുമ്പോൾ h by 2 pi, സെക്കൻഡ് ഓർബിറ്റ് ആകുമ്പോൾ 2h by 2 pi. അപ്പോൾ h by 2 pi ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ട്, അല്ലെങ്കിൽ പറയാം ആംഗുലർ മൊമെന്റം ഈസ് ക്വാണ്ടൈസ്ഡ്. Third one, an electron might make a transition from one of its specified non-radiating orbits to another of lower energy. When it does so, a photon is emitted having energy equal to the energy difference between the initial and final states. The frequency of the emitted photon is then given by h nu is equal to ei minus ef. So that means ഒരു ലോവർ സ്റ്റേറ്റ് നിന്ന് ഹയർ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അതിന് എനർജി നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഈ കൊടുക്കുന്ന എനർജി എന്ന് പറയുന്ന ആ എനർജി ഡിഫറൻസ്, ആ എനർജി ലെവൽ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ആ ഫോട്ടോൺ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ലോ സ്റ്റേറ്റിൽ നിന്ന് ഹൈ സ്റ്റേറ്റിലേക്ക് പോകും, എമിറ്റ് ചെയ്തിട്ട് ഹൈ സ്റ്റേറ്റിൽ നിന്ന് ലോ സ്റ്റേറ്റിലേക്ക് വരും. അപ്പോൾ ഈ വരുന്ന അല്ലെങ്കിൽ ആ എമിറ്റ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ഈ രണ്ട് എനർജി ലെവലിന്റെ ഡിഫറൻസ്. അതാണ് എച്ച് ന്യൂ എന്ന് പറയുന്നത് എനർജി ഓഫ് ഫോട്ടോൺ ഈസ് ഈക്വൽ ടു ei minus ef. Here ei and ef are the energies of the initial and final states, and ei is always greater than ef. Initial state എന്ന് പറയുന്നത് ഗ്രേറ്റർ ആയിരിക്കും, കാരണം ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ എനർജി റിലീസ് ചെയ്യണം. അപ്പോൾ എനർജി റിലീസ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റിന് എന്തായിരിക്കും, ഹയർ എനർജി ആണ് ഉണ്ടാവുക. Energy of electrons in different
എനർജി സ്റ്റേറ്റ്സ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ ഒരു ലെവലിലെ എനർജി ഇലക്ട്രോണിൻ്റെ എനർജിയാണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജിയാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ പോകുന്നത്. By Bohr's second postulate, the angular momentum of the electron, നമുക്കറിയാം എൽ എൻ ഇസ് ഇക്വൽ ടു എം വി ആർ ഓർ എൻ എച്ച് ബൈ ടു പി ആർ. കാരണം നമുക്ക് പറയാം ആംഗുലർ മൊമെൻ്റ് ഇക്വേഷൻ അറിയാം എം വി ആർ ആണ്. അപ്പോൾ എം വി ആർ ഇസ് ഇക്വൽ ടു എൻ എച്ച് ബൈ ടു പൈ എന്ന് കൊടുക്കാൻ കാരണം ബോറിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് നമുക്കറിയാം ആംഗുലർ മൊമെൻ്റം ക്വാണ്ടൈസ്ഡ് ആണ്. അപ്പോൾ നമുക്കറിയാം എം വി ആർ എന്ന് പറയുന്നത് എൻ എച്ച് ബൈ ടു പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോർ റേഡിയസ് ആണ് കാണുന്നത്. അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് എനർജി ലെവൽ കിട്ടും. എൻ ആർ വൺ കിട്ടും, ആർ ടു, ആർ ത്രീ, ആർ ഫോർ, ഓരോ സ്റ്റേറ്റ്സ് ഓഫ് എനർജി നമുക്ക് എന്ത് ചെയ്യാം കിട്ടാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്തത് ബോറിൻ്റെ സെക്കൻഡ് പോസ്റ്റ്ലേറ്റ്സ് ആണ്. സെക്കൻഡ് പോസ്റ്റ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ആംഗുലർ മൊമെൻ്റ് എൻ എച്ച് ബൈ ടു പൈ ആണ്. നമുക്കറിയാം ആംഗുലർ മൊമെൻ്റ് എം വി ആർ ആണ്. അപ്പോൾ എം വി ആർ ഇസ് ഇക്വൽ ടു എൻ എച്ച് ബൈ ടു പൈ where n is an integer, Rn is the radius of nth possible orbit and Vn is the speed of electron in the nth orbit. അപ്പോൾ Rn എന്ന് പറയുന്നത് nth orbit ആണ്, റേഡിയസ് ഓഫ് nth orbit ആണ്. അതുപോലെ തന്നെ ആ ഓർബിറ്റിലെ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റിയാണ് Vn എന്ന് പറയുന്നത്. by centripetal force mv square by r is equal to 1 by 4 pi epsilon 0 e square by r square. e square by r square എന്ന് പറയാൻ കാരണം mv square by centripetal force. ന്യൂക്ലിയസ് ചുറ്റും ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തമ്മിൽ ഒരു കൂളമിക് ഫോഴ്സ് ഉണ്ടാകും. അപ്പോൾ കൂളമിക് ഫോഴ്സ് ആണ് നമുക്കറിയാം 1 by 4 pi epsilon 0 q1 q2 by r square. q1 എന്ന് പറയുന്നത് ന്യൂക്ലിയസിൻ്റെ ചാർജാണ്. Q2 എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജാണ്. ഹൈഡ്രജൻ ആറ്റം ആകുമ്പോൾ ഒരു പ്രോട്ടോൺ ആണ് ന്യൂക്ലിയസിലുള്ളത്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് അങ്ങനെയാണ് ഇ സ്ക്വയർ എന്നാണ് വരുന്നത്. എം വി സ്ക്വയർ ബൈ ആർ എന്ന് പറയുന്നത് സെൻട്രിപിറ്റൽ ഫോഴ്സ്. അതായത് ന്യൂക്ലിയസ് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുമ്പോൾ ആ കറങ്ങാൻ വേണ്ടി കൊടുക്കുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് കുളിമിക് ഫോഴ്സ് ആണ്. അപ്പോൾ കുളം ഫോഴ്സ് കാണുന്ന ഇക്വേഷനാണ് 1 by 4 pi epsilon 0 q1 q2 by r square. അപ്പോൾ q1 എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ ചാർജാണ്. q2 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ചാർജാണ്. ഹൈഡ്രജൻ ന്യൂക്ലിയ എന്ന് പറയുമ്പോൾ ഒരു പ്രോട്ടോൺ ഉണ്ടാവുള്ളൂ. അപ്പോൾ q1 ഈക്വൽ ടു ഇ ആണ്. ആൻഡ് q2 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ചാർജ് അതും ഇ ആണ്. സോ ഇ സ്ക്വയർ അങ്ങനെയാണ് 1 by 4 pi epsilon 0 ഇ സ്ക്വയർ ബൈ ആർ എൻ സ്ക്വയർ എന്ന് കിട്ടിയത്. സോ എം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ സ്ക്വയർ ബൈ 4 pi epsilon 0. സോ അതിൽ നമ്മൾ ആർ എൻ സ്ക്വയറും ആർ എൻ ഉണ്ട്. അപ്പോൾ അതിൽ ആർ എന്നും ആർ എൻ സ്ക്വയറിൽ ആർ എൻ കട്ട് ചെയ്തു. അപ്പോൾ ഒരു ആർ എൻ ഇങ്ങോട്ട് എടുത്തു. അങ്ങനെ എം വി സ്ക്വയർ ആർ ഇസ് ഈക്വൽ ടു ഇ സ്ക്വയർ ബൈ 4 pi epsilon 0. സോ വി ഹാവ് ടു ഇക്വേഷൻസ് 1 and 2. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർ എൻ വേണം. പക്ഷെ ആർ എൻ കാണുമ്പോൾ ഇൻ ടേംസ് ഓഫ് വെലോസിറ്റി കാണാൻ കഴിയില്ല. കാരണം നമുക്ക് ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഒരു പൊസിഷൻ വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്ട് എക്സാക്ട്ലി നമുക്ക് ഒരേ സമയം എന്ത് ചെയ്യാൻ പറ്റില്ല, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പൊതുവെ നമ്മൾ ആ ഇക്വേഷനിൽ വെലോസിറ്റി എടുത്ത് കളയും. കാരണം ബാക്കിയൊക്കെ കോൺസ്റ്റന്റ് ആണ്. മാസ് ആയിക്കോട്ടെ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആയിക്കോട്ടെ, എപ്സിലോൺ 0 ആയിക്കോട്ടെ, 4 പൈ ഇ ഒക്കെ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആർ എൻ എന്ന ഇക്വേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് വി വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ മുകളിലത്തെ ഇക്വേഷനിൽ വി എൻ ഉണ്ട്, താഴത്തെ ഇക്വേഷനിൽ സ്ക്വയർ ഉണ്ട്. അപ്പോൾ മുകളിലത്തെ ഫസ്റ്റ് ഇക്വേഷൻ എന്ത് ചെയ്യും, സ്ക്വയർ ചെയ്യും. സ്ക്വയർ ഡിവൈഡ് ചെയ്യുമ്പോൾ വി സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ എന്ത് ചെയ്യില്ല, വി സ്ക്വയർ വരില്ല. അതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഡിവൈഡിങ് ഇക്വേഷൻ 2 by 1. അപ്പോൾ 2 divided by 1 ചെയ്യുമ്പോൾ നമുക്കറിയാം എം വി സ്ക്വയർ ബൈ ആർ എൻ ഇസിക്കൽ എം വി എൻ ആർ എൻ ഇസിക്കൽ ഇ സ്ക്വയർ 4 pi epsilon 0 എൻ എച്ച് ബൈ 2 പൈ. സോ വി എൻ ഇസിക്കൽ ടു 1 by n e square by 4 pi epsilon 0 1 by h by 2 pi. So equation number 3. ഈ Vn is proportional to 1 by n എന്ന് പറയാം. So squaring the equation number 1, we get equation number 1 square ചെയ്യാണ്. So m square v square r square is equal to nh by 2 pi the whole square. അപ്പോൾ ഇവിടെ നമ്മൾ എന്തിനാ ഈ ഒരു ഇക്വേഷൻ, അതായത് 1 divided by 2 ചെയ്ത് വെച്ചാൽ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇസ് പ്രൊപ്പോർഷണൽ ടു 1 by n. അപ്പോൾ n വരുംതോറും അതിന് വെലോസിറ്റി എന്താണ്, n കൂടുന്തോറും വെലോസിറ്റി കുറയുക ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റ്. കാരണം നമുക്കറിയാം അത് ആംഗുലർ മൊമെന്റം കൺസർവേഷൻ ആണ്. കാരണം റേഡിയസ് ചുരുങ്ങും തോറും വെലോസിറ്റി എന്താകും, കൂടും. ആ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ റീച്ച് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ 2 by 1 ചെയ്തത്. ഇനി നമ്മൾ ആർ എന്നിലേക്ക് വരികയാണ്. ഇവിടെയാണ് നമ്മൾ വി സ്ക്വയർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഇക്വേഷൻ സ്ക്വയർ ചെയ്തത്. സോ എം സ്ക്വയർ വി സ്ക്വയർ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൻ എച്ച് ബൈ 2 പൈ ദ ഹോൾ സ്ക്വയർ. സോ ഡിവൈഡിങ് ഇക്വേഷൻ 4 by ഇക്വേഷൻ 2. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. നമുക്ക് ആർ എൻ വരുമ്പോൾ വി എൻ വരാൻ പാടില്ല. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2ൽ വി എൻ സ്ക്വയർ ഉണ്ട്. അതുകൊണ്ട് ആ വി എൻ സ്ക്വയർ കളയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇക്വേഷനിൽ വി എൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വി എൻ എന്ത് ചെയ്തു, സ്ക്വയർ ചെയ്തു. കാരണം ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ക്യാൻസൽ ആയി പോകും. സോ ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുന്നത്. സോ എം സ്ക്വയർ വി സ്ക്വയർ ആർ സ്ക്വയർ ബൈ എം വി സ്ക്വയർ ആർ ഇസ് ഈക്വൽ ടു എൻ എച്ച് ബൈ 2 പൈ സ്ക്വയർ ബൈ ഇ സ്ക്വയർ ബൈ 4 പൈ എപ്സിലോൺ 0. അതിൽ എം സ്ക്വയറിലെ എമ്മും ഒരു എമ്മും കട്ട് ചെയ്ത് പോകും. ആർ എൻ കട്ട് ചെയ്യും, ബാക്കി ആർ എൻ മേലുണ്ടാവും. വി സ്ക്വയർ ടോട്ടലി കട്ട് ചെയ്തു. ബാക്കി എല്ലാ ടേംസും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് എഴുതാം എം ആർ എൻ ഇസ് ഈക്വൽ ടു എൻ എച്ച് ബൈ 2 പൈ സ്ക്വയർ 4 പൈ എപ്സിലോൺ 0 ഇ സ്ക്വയർ. സോ ആർ എൻ ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ ബൈ എം ഇൻറ്റു
എച്ച് ബൈ ടു പൈ ഹോൾ സ്ക്വയർ ഫോർ പൈ എപ്സിലോൺ ഈ സ്ക്വയർ. സോ നമുക്ക് എന്ത് കിട്ടി? ആർ എൻ കിട്ടി. അപ്പോൾ ബോർ റേഡിയസ് നമുക്ക് കിട്ടി. അപ്പോൾ ഫസ്റ്റ് റേഡിയസ് ആകുമ്പോൾ N1 കൊടുക്കുക, സെക്കൻഡ് റേഡിയസ് ആകുമ്പോൾ N2 കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓരോ റേഡിയസ്, ബോർ റേഡിയസ്, അപ്പോൾ ഓരോ എനർജി ലെവൽസ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇത് കിട്ടുന്നത്. സോ എൻ സ്ക്വയർ എച്ച് സ്ക്വയർ എപ്സിലോൺ 0 ബൈ എം ഇ സ്ക്വയർ പൈ. അപ്പോൾ ഇതാണ് ആർ എൻ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്പർ 5. സോ ആർ എൻ ഈസ് പ്രൊപ്പോർഷൻ ടു എൻ സ്ക്വയർ. അപ്പോൾ നമുക്കറിയാം എൻ്റെ എനർജി ലെവൽസ് എന്ന് പറയുമ്പോൾ ഈക്വൽ സ്പേസിംഗ് അല്ല. കാരണം 1 വന്നാൽ പിന്നെ 2 സ്ക്വയർ, പിന്നെ 3 സ്ക്വയർ, 9, 1 4 9 1 9 ആ ഫോമിലാണ് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഈക്വൽ സ്പേസിംഗിലല്ല എനർജി ഗ്യാപ്പുകൾ പോകുന്ന ഒരു കാര്യം കൂടി വ്യക്തമായി. ഫ്രം ഇക്വേഷൻ നമ്പർ 5, the radius of the innermost orbit n equal to 1. So Rn is equal to A0 is equal to h square by epsilon 0 m e square pi. This is called Bohr radius. അതിൽ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ h Planck's constant, m mass of electron, is charge of electron, epsilon 0 permittivity. So A0 become 5.29 10 raised to minus 11 meter. So Bohr radius എന്ന് പറയുന്നതാണ് n equal to 1 കൊടുക്കുമ്പോൾ ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആണ്. So A0 become 5.29 into 10 raised to minus 11 meter. This is called Bohr radius. So the total energy of electron in the nth orbit. അപ്പോൾ നമുക്ക് ഈ എനർജി കാണണം. അപ്പോൾ ഓൾറെഡി നമ്മൾ റൂദർഫോർഡ് മോഡലിൽ എനർജി കണ്ടിട്ട് എനർജിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇ സ്ക്വയർ ബൈ 8 പൈ എപ്സിലോൺ 0 ആണ്. ഇതിന് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ എനർജി കാണാൻ വേണ്ടി കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി കാണും. സോ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന എനർജിയാണ് മൈനസ് ഇ സ്ക്വയർ ബൈ 8 പൈ എപ്സിലോൺ 0 ആർ. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ നമ്മൾ ഓർത്തിരിക്കുക. ആക്ച്വലി ഇത് നമുക്ക് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരുന്ന ഇക്വേഷനാണ്, റൂദർഫോർഡ് നമ്മൾ കൊണ്ടുവരുന്നതാണ്. പക്ഷേ അത് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഇക്വേഷൻ ജസ്റ്റ് എടുത്ത് എഴുതുകയാണ്. ഇത് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ചെയ്തിട്ടാണ് ഈ ഇക്വേഷൻ കിട്ടുന്നത്. കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയറിന് നമ്മൾ എന്ത് ചെയ്യും? എപ്സിലോൺ 0 പൈൻ്റെ ടേമിലേക്ക് മാറ്റി എഴുതിയിട്ട് അത് ആഡ് ചെയ്ത് ടോട്ടൽ എനർജി കിട്ടുകയാണ്. ടോട്ടൽ എനർജി ഓഫ് സിസ്റ്റം ഇസ് ഈക്വൽ ടു മൈനസ് ഇ സ്ക്വയർ ബൈ 8 പൈ എപ്സിലോൺ 0 ആർ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ബോർ റേഡിയസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബോർ എനർജി കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ സ്ക്വയർ 8 പൈ എപ്സിലോൺ 0 എം ഇ സ്ക്വയർ പൈ ബൈ എൻ സ്ക്വയർ എച്ച് സ്ക്വയർ എപ്സിലോൺ 0. അപ്പോൾ സിംപ്ലിഫൈ നമുക്ക് എം ഇ റേസ് ടു 4 ബൈ 8 എൻ സ്ക്വയർ എച്ച് സ്ക്വയർ എപ്സിലോൺ 0. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 6, ദാറ്റ് ഈസ് എനർജി. നമുക്ക് ഇത് പറയാം ബോർ എനർജി. Substituting values of h, m, e and epsilon 0, we will get En is equal to 2.18 into 10 raised to 18 by n square joule. അപ്പോൾ നമുക്ക് ജൂൾ അല്ല, പൊതുവെ ഇലക്ട്രോൺ വോൾട്ടിലാണ് വേണ്ടത്. അപ്പോൾ കൺവേർട്ട് ചെയ്യും. അറ്റോമിക് എനർജി is usually expressed in electron volt. Then En is equal to minus 13.6 by n square ev. അപ്പോൾ ഈ ഇക്വേഷൻ ആണ് ബൈ ഹാർട്ട് ചെയ്യേണ്ടത്. ബോർ എനർജി എന്ന് പറയുന്നത് ബോർ ആറ്റമുള്ള എനർജി ഇപ്പോൾ E1 ഫസ്റ്റ് ആണെങ്കിൽ -13.6, പിന്നെ 2 സ്ക്വയർ 3 സ്ക്വയർ, അങ്ങനെ ഓരോ സ്റ്റേറ്റ് ഓഫ് എനർജി നമുക്ക് എന്ത് ചെയ്യും? കിട്ടും ഇൻ ഇലക്ട്രോൺ വോൾട്ട്. സോ ദിസ് ഇസ് ദ അറ്റോമിക് എനർജി അല്ലെങ്കിൽ ബോർ എനർജി എന്ന് പറയാം. En is equal to -13.6 by n square ev in terms of electron volt നമുക്ക് ഇന്ന് കിട്ടുന്നത്. സോ En is proportional to 1 by n square. അപ്പോൾ n കൂടുന്തോറും എനർജി എന്താണ് അവിടെ കുറയുകയാണെന്ന് മനസ്സിലായി. സോ നെഗറ്റീവ് കുറയാന്ന് പറയുമ്പോൾ നമുക്കറിയാം നെഗറ്റീവ് കേസ് വരാൻ കാരണം ഇലക്ട്രോൺസ് ആർ ബൗണ്ട് ടു ദ ന്യൂക്ലിയസ് എന്ന കൺസെപ്റ്റിലാണ് നെഗറ്റീവ് വരാൻ കാരണം. ഫ്രീ ഇലക്ട്രോൺസ് ആകുമ്പോൾ എനർജി എന്താണ്? ഇറ്റ് ബിക്കം 0 or positive. The negative signs of the total energy means that the electron is bound with the nucleus. The energy level diagram of a hydrogen atom. അപ്പോൾ ground level. That is the lowest state, that is minimum energy of the atom, is called ground state. And ionization energy. The minimum energy required to free the electron from the ground state is called ionization energy. For a hydrogen atom, ionization energy is 13.6 by eV, that is electron volt. കാരണം നമുക്കറിയാം അയോണൈസേഷൻ എനർജി എന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോണെ ഫ്രീ ആക്കുന്ന മിനിമം എനർജിയാണ്. കാരണം നമുക്കറിയാം ആ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ എനർജി എന്ന് പറയുന്നത് -13.6 by n സ്ക്വയർ ആണ്. അപ്പോൾ n1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -13.6 or 13.6 eV കിട്ടും. അപ്പോൾ 13.6 ആണ് അയോണൈസേഷൻ എനർജി ഓഫ് in case of hydrogen atom. ലൈൻ സ്പെക്ട്ര ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ റൂദർഫോർഡിൽ നമുക്ക് ലൈൻ സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ കണ്ടിന്യൂസ് സ്പെക്ട്ര വരുന്നത്. അപ്പോൾ ലൈൻ സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെയാണ്. നമുക്ക് En പ്രൊപ്പോർഷൻ ടു 1 by n സ്ക്വയർ കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? n 1 2 3 കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ് എനർജി, ഫസ്റ്റ് എനർജി ലെവൽ, സെക്കൻഡ് എനർജി ലെവൽ, തേർഡ് എനർജി ലെവൽ കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ En is -13.6 by n സ്ക്വയർ eV ആണ്. അപ്പോൾ ഫസ്റ്റ് n 1 കൊടുക്കുമ്പോൾ നമുക്ക് -13.6, അത് ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പോൾ n equal to 1. ഇനി n 2 കൊടുക്കുമ്പോൾ 13.6 by 2 സ്ക്വയർ, ദാറ്റ് ഇസ് 4 ആകുമ്പോൾ -3.4 കിട്ടും. ഇനി n 3 കൊടുക്കുമ്പോൾ 13.6 by 9, that is equal to -1.5. Then 13.6 by 16 ആകുമ്പോൾ -0.85.
അപ്പോൾ അങ്ങനെ അങ്ങനെ പോകുമ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ മേലേക്ക് പോകുന്തോറും ആ സ്പേസിങ് കുറഞ്ഞു കുറഞ്ഞു വരും. കാരണം 1/n² ആണ്. ഇറ്റ്സ് പ്രൊപ്പോർഷണൽ ടു 1/n അല്ല 1/n² ആണ്. അപ്പോൾ മുകളിലേക്ക് പോകുന്തോറും ആ സ്പേസിങ് കുറയണം. ഫസ്റ്റ് എനർജി ലെവൽ സെക്കൻഡ് എനർജി തമ്മിൽ ഡിഫറൻസിനെക്കാളും കുറവാണ് സെക്കൻഡും തേർഡും തമ്മിൽ എന്താ ഡിഫറൻസ്. അപ്പോൾ നമ്മളതിൽ ഇതിൽ സ്പെക്ട്രം ലൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അതായത് ഫസ്റ്റ് സെക്കൻഡിനും തേർഡിനും ഫോർത്തിനും ഫിഫ്തിനൊക്കെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? എനർജി റിലീസ് ചെയ്തിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരികയാണെങ്കിൽ അത് നമ്മൾ പറയും ലൈമൻ സീരീസ്. അതാണ് ഫസ്റ്റ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലൈമൻ സീരീസ്. കാരണം സെക്കൻഡ് സ്റ്റേറ്റിനും തേർഡ് സ്റ്റേറ്റിനും ഫോർത്ത് സ്റ്റേറ്റിനും എനർജി വിട്ടിട്ട് ഗ്രൗണ്ടിലേക്ക് വരികയാണ് ഇലക്ട്രോൺ. അപ്പോൾ നമുക്ക് ആ സ്പെക്ട്രം കിട്ടും. കാരണം ഇവിടുന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് ഫ്ലാഷ് ഓഫ് ലൈറ്റ് ആണ്. കാരണം ഈ എനർജി ഡിഫറൻസ് ആണ് പുറത്തേക്ക് വരുന്നത്. ഈ പുറത്തേക്ക് വരുമ്പോൾ അവിടെ ലൈനായിട്ട് വരും. ഇതാണ് ശരിക്കും ഹൈഡ്രജൻ സ്പെക്ട്രമാണ്. അപ്പോൾ ഫസ്റ്റ് ലൈൻ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? സെക്കൻഡ് ലെവലിലേക്ക് തേർഡിനും ഫോർത്തിനും ഫിഫ്ത്തിനും സെക്കൻഡ് ലെവലിലേക്ക് ബാമർ സീരീസ്, തേർഡ് ലെവലിലേക്ക് പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫൺ സീരീസ്. ഇങ്ങനെയാണ് ഹൈഡ്രജൻ ലെവൽസ് എന്ത് ചെയ്യുന്നത് പോകുന്നത്. സോ അക്കോർഡിംഗ് ടു ദ third postulate of Bohr model, when an electron or atom makes a transition from the higher energy state with quantum numbers n1, ni to the lower energy state with quantum numbers nf is less than ni, the difference of energy is carried away by a photon of frequency nu if such that എച്ച് ന്യൂ ഐ എഫ് ഇസ് ഈക്വൽ ടു ഇ എൻ ഐ മൈനസ് ഇ എൻ എഫ്. കാരണം എച്ച് ന്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇ ഐ മൈനസ് ഇ എഫ് ആണ്. കാരണം ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. സോ ഐ എഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഡിഫറൻസ് ഇനീഷ്യലും ഫൈനൽ കാണിക്കാൻ വേണ്ടി എൻ ഐ എൻ എഫ് എന്ന് കൊടുക്കാൻ കാരണം. സോ എച്ച് ന്യൂ ഐ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് എം ഇ റേസ് ടു 4/8 h² എപ്സിലോൺ 0 ഇൻറ്റു 1/ni² മൈനസ് 1/nf². സോ എനർജി ഡിഫറൻസ് ആണ്. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് എനർജി ഓഫ് എ ഹൈഡ്രജൻ സ്പെക്ട്രം കിട്ടിയതാണ്. അപ്പോൾ അതിലാണ് ആ എന്നിന് പകരം എൻ ഐ മൈനസ് എൻ എഫ് കൊടുക്കാൻ കാരണം എനർജി ഡിഫറൻസ് ഓഫ് ടു സ്റ്റേറ്റ്സ് കാണിക്കാൻ വേണ്ടിയിട്ട്. സോ mv²/8h² എപ്സിലോൺ 0 ഇൻറ്റു 1/nf² മൈനസ് 1/ni². കാരണം ആ മൈനസ് ഉള്ളിലേക്ക് എടുത്തപ്പോൾ എൻ എഫ് എൻ ഐ അങ്ങോട്ട് മാറ്റി എഴുതി. ന്യൂ ഐ എഫ് ദറ്റ് ഇസ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു എം ഇ റേസ് ടു 4/8 h³ എപ്സിലോൺ 0². കാരണം എച്ച് ഇങ്ങോട്ട് വന്നു. 1/nf² മൈനസ് 1/ni². ദിസ് ഇക്വേഷൻ നമ്പർ 9. അപ്പോൾ ഫ്രീക്വൻസിന് ഇക്വേഷൻ കിട്ടി. കാരണം ഫ്രീക്വൻസി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കാരണം എനർജി ഡിഫറൻസ്. കാരണം ഈക്വൽ എച്ച് ന്യൂ ആണ്, ഫ്രീക്വൻസി ആണ്. അപ്പോൾ ഒരു പുറത്തേക്ക് വരുന്ന ഫോട്ടോൺസ് ഓരോ ലെവൽ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ആറ്റംസ് ജമ്പ് ചെയ്യുമ്പോൾ ആ പുറത്തേക്ക് വരുന്ന ഫോട്ടോൺസിന്റെ ഫ്രീക്വൻസി കാണാനാണ് ഈ ഇക്വേഷൻ. This equation is called Rydberg formula for the spectrum of hydrogen atom. അപ്പോൾ ഇത് റിഡ്ബർഗ് ഫോർമുലയാണ് ഇക്വേഷൻ. The Rydberg constant R is equal to m e raised to 4/8 h³ epsilon 0 square c, that is 1.03 into 10⁻⁷. അപ്പോൾ അവിടെ നമ്മൾ ഇവിടെ ഈ ഇക്വേഷനിൽ നമ്മളൊരു സി കൊണ്ട് ഡിവൈഡ് ചെയ്യും, സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ റിബർഗ് കോൺസ്റ്റന്റിൽ സി ഉണ്ട്, ഈ ഇക്വേഷനിൽ സി ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, സി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ മൾട്ടിപ്ലിക്കേഷനിൽ സി ഉണ്ട് അവിടെ എക്സിസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ന്യൂ ഈക്വൽ ടു ആർ സി വന്നത്. കാരണം ഈ നമ്മൾ എം ഇ റേസ് ടു 4/8 h³ എപ്സിലോൺ 0 സ്ക്വയറിൽ സി ഇല്ല. അപ്പോൾ അവിടെ സി ഡിനോമിനേറ്ററിൽ ന്യൂമറേറ്ററിൽ വരുമ്പോൾ നമുക്ക് ആറ് ടേമിലേക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ 6 ടേമിൽ എഴുതുമ്പോൾ ന്യൂമറേറ്ററിൽ സി അവിടെ എക്സിസ്റ്റ് ചെയ്യും. അതാണ് ആർ സി വരാൻ കാരണം. സോ ആർ സി ഇൻറ്റു 1/nf² മൈനസ് 1/ni². സോ ഇതാണ് ലാമൻ സീരീസ്. കാരണം എൻ എഫ് 1ഉം എൻ ഐ 2, 3, 4 ആണെങ്കിൽ അതിന് പറയും ലാമൻ സീരീസ്. അവിടെ നമുക്ക് കിട്ടുന്ന അൾട്രാ വയലറ്റ് റീജിയനെ കിട്ടാം. ബാമർ ആകുമ്പോൾ സെക്കൻഡ് ലെവലിലേക്ക് വരണം, ഫൈനൽ സെക്കൻഡ് ലെവൽ. ബാക്കി എൻ ഐ എന്ന് പറയുന്നത് തേർഡും ഫോർത്തും ഫിഫ്ത്തും വരെയാണ്. അപ്പോൾ അതേപോലെ പാഷൻ, ബ്രാക്കറ്റ്, ഫൺ സീരീസ്. അപ്പോൾ ഫൈനൽ 1 ആണ്, ബാക്കി 2, 3, 4 എന്ന് വന്നാൽ ലാമൻ സീരീസ് ആണ്. ഫൈനൽ 2ഉം 3, 4, 5 എന്ന് വന്നാൽ ബാമർ ആണ്. അപ്പോൾ കിട്ടുന്ന ഏത് റേഞ്ചിലാണ് വരുന്നതാണ്? വിസിബിൾ റേഞ്ചിൽ, ഇൻഫ്രാ, ഫാർ ഇൻഫ്രാ. അപ്പോൾ ലാമൻ സീരീസ് വരുന്നത് അൾട്രാ വയലറ്റ് റീജിയനിലാണ് വരുന്നത്. ഫൺ സീരീസിലേക്ക് പോകുമ്പോൾ ഫാർ ഇൻഫ്രാ റീജിയനിലേക്ക് പോകും. Atomic spectra. When an atomic gas or vapor is excited at lower pressure, usually by passing an electric current through it, the emitted radiation has a spectrum which contains certain specific wavelength. Only this is called emission line spectra and is consisting of bright lines on a dark backgrounds. അപ്പോൾ ഇതാണ് ആറ്റമിക് സ്പെക്ട്ര, ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ലൈറ്റ് പുറത്തേക്ക് ഓരോ എനർജിയിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ ആ എനർജി ഡിഫറൻസ് പുറത്തേക്ക് എന്താ ഒരു ലൈറ്റ് ആയിട്ട് എനർജി ആയിട്ട് വരും. ഇപ്പോൾ ഈ എനർജി നമ്മൾ ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ പതിപ്പിക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ കിട്ടുക. അപ്പോൾ ലാമൻ സീരീസ്, ബാമർ സീരീസ്, സ്പെഷ്യൽ. അപ്പോൾ ഏത് ആറ്റത്തിൻ്റെ ആണോ നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് പിന്നെ അറ്റോമിക് ഗ്യാസ് ആണ് നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്, അപ്പോൾ അതിൻ്റെ സ്പെക്ട്രം കിട്ടും. കാരണം ഈ സ്പെക്ട്രം എന്ന് പറയുന്നത് ശരിക്കും ഓരോ നമ്മൾ ഫിംഗർ പ്രിൻ്റ് പോലെയാണ്. ഓരോ വ്യക്തികൾക്ക് ഓരോന്ന് പോലെ ഓരോ ആറ്റത്തിനും എന്തായിരിക്കും ഡിഫറെൻ്റ്. അപ്പോൾ ഇത് ഹൈഡ്രജൻ സ്പെക്ട്രം ആണ്, ഹീലിയം സ്പെക്ട്രം വേറെ ആയിരിക്കും. അപ്പോൾ ഇത് ഈ ഒരു ബാർകോഡ് പോലെ വരുന്ന ഈ സ്പെക്ട്രം എന്ന് പറയുന്നത് ഇത് ഹൈഡ്രജൻ സ്പെക്ട്രം ആണ്. കാരണം ഓരോ ഇലക്ട്രോൺസ് എനർജി ലെവലിൽ നിന്ന് ജമ്പ് ചെയ്യുമ്പോൾ ആ എനർജി ഡിഫറൻസ് ആണ് പുറത്തേക്ക് എന്താവും ഫ്ലാഷ് ഓഫ് ലൈറ്റ് ആയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ പതിപ്പിക്കുമ്പോൾ അതിങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യും ഒരു സ്പെക്ട്രമായിട്ട് കിട്ടുന്നത്. സോ ദിസ് ഇസ് ലൈൻ സ്പെക്ട്ര. When white light passes through a gas
and we analyze the transmitted light using a spectrometer. We find some dark lines in the bright background. These dark lines correspond precisely to those wavelengths which are found in the emission line spectrum of the gas. This is called the absorption spectra of the material of gas. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണ് സ്പെക്ട്ര എടുക്കുന്നതാണ് കാണിച്ചത്. ഇപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് എടുത്തു, അതിനെ എക്സൈറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രിസത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ സ്പെക്ട്രോമീറ്ററിലൂടെ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഡാർക്ക് പ്ലേറ്റിൽ ഇങ്ങനെയാണ് സ്പെക്ട്രം. അത് അതിൻ്റെ ഫിസിക്കൽ നമ്മൾ എങ്ങനെ ലബോറട്ടറിയിൽ കാണാമെന്നാണ് ശരിക്കും കാണിച്ചത്. സ്പെക്ട്രോമീറ്ററിലൂടെ നോക്കുമ്പോൾ ലാമിൻസ് ലൈന് എങ്ങനെയാണ് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാമ സീരീസ്, പാഷൻ സീരീസ്, ആ സ്പെക്ട്രം എങ്ങനെയാണ് ഫിസിക്കൽ ലബോറട്ടറിയിൽ കാണുന്നത് എന്നാണ് അവിടെ കാണിച്ചിരുന്നത് ശരിക്കും ആ പിക്ചറിൽ. അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ ഗ്യാസിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കും. പിന്നെ ഒരു പ്രിസം അറേഞ്ച്മെൻ്റ് ആണ്, ഒരു പ്രിസം അല്ല, ഒരു പ്രിസം ലെൻസസ് അറേഞ്ച്മെൻറ്റിൽ നമ്മൾ സ്ക്രീനിൽ എന്ത് ചെയ്യും, പതിപ്പിക്കും. അത് നമുക്ക് കാണാൻ പറ്റും. ഇത് നേരെ ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ പതിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രിൻ്റ് എടുക്കാൻ പറ്റും. ആ പ്രിൻ്റ് എടുക്കുമ്പോഴാണ് ഇതിന് മുന്നേ കണ്ട ലൈൻ സ്പെക്ട്രം പോലെ നമുക്ക് ഇതിൻ്റെ എമിഷൻ സ്പെക്ട്രം, അതിന് അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കിട്ടും. ലിമിറ്റേഷൻസ് ഓഫ് ബോർ മോഡൽ നമ്മൾ പറഞ്ഞത് ഓൾറെഡി, എന്നാൽ ഇറ്റ്സ് നോട്ട് എ ഫൈനൽ മോഡൽ. ഇതിനും കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെ ലിമിറ്റേഷൻസ് നമുക്ക് നോക്കാം. It is only applicable to hydrogen atoms. It cannot be extended even to mere two electron atoms such as helium. ഇത് ഹൈഡ്രജന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഈവൻ സെക്കൻഡ് ഹീലിയത്തിനൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഹീലിയം ശരിക്കും കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, രണ്ട് ഹൈഡ്രജൻ ആറ്റമായി ട്രീറ്റ് ചെയ്തിട്ട് രണ്ട് ഹൈഡ്രജൻ്റെ ഇക്വേഷൻ എഴുതും. പിന്നെ ഈ ഹൈഡ്രജൻ്റെ ഇൻട്രാക്ഷൻ ഒരു പോർട്ടുബേഷൻ പോലെ ഒരു ഇക്വേഷനൊക്കെ എഴുതിയിട്ടാണ് അടുത്ത ആറ്റത്തിലേക്ക് പോകുക. അപ്പോൾ ഇതിന് എന്താ വേറൊരു മോഡൽ ഓഫ് സിസ്റ്റം എന്ത് ചെയ്യണം, ഇനി വരണം. While the Bohr model correctly predicts the frequency of the light emitted by hydronic atoms, the model is unable to explain relative intensities of the frequencies in the spectrum. അതായത് ഈ സ്പെക്ട്രൽ ലൈൻസിൽ ചില ലൈൻസ് ഹൈലി ഇൻറ്റൻസ് ആണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് ബോറിന് പറയാൻ കഴിഞ്ഞില്ല. കാരണം സ്പെക്ട്രൽ എനർജി ഓക്കെ, പക്ഷെ അതിൽ ചില ലൈൻസ് ഹൈലി ഇൻറ്റൻസ് ലൈൻസ് ആണ്, നല്ല ഇൻറ്റൻസിറ്റി കൂടിയ ലൈൻസ് ആണ്. അപ്പോൾ ചില ലൈൻസ് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ ഈ ലൈൻസ് എന്തുകൊണ്ടാണ് ഇത്ര ബ്രൈറ്റ് ആയെന്ന് ചെയ്യാൻ കഴിഞ്ഞില്ല, ബോറിന് പറയാൻ കഴിഞ്ഞില്ല. അതേപോലെ തന്നെ എന്താണ്, സ്റ്റാർക്ക് എഫക്റ്റും സീമൻ എഫക്ട്സ് ഒന്നും ചെയ്യാൻ പറ്റും ബോറിന് ഇത് വെച്ച് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഡി ബ്രോഗ്ലി എക്സ്പ്ലനേഷൻ ഓഫ് ബോർ സെക്കൻഡ് പോസ്റ്റ്ലേറ്റ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ബോർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പോസ്റ്റ്ലേറ്റ്സിൻ്റെ മോഡലാണ് ബോർ ആറ്റം മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ്ലേറ്റ് തെറ്റാന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ബോർ ആറ്റം മോഡൽ തെറ്റാന്ന് പറയാം. അപ്പോൾ ഇവിടെ ഡി ബ്രോഗ്ലി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബോറിൻ്റെ സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് ശരിവെക്കുകയാണ് ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ വെച്ച്. അതെങ്ങനെ നമുക്ക് നോക്കാം. According to de Broglie, an electron can be considered as a matter wave, and it has a produce permanent nature only if it can produce a standing wave in the orbit. For an electron moving in the nth circular orbit of radius Rn, 2 pi r is equal to n ലാംഡ, ദാറ്റ്സ് n equal to 1, 2, 3. അപ്പോൾ ഇവിടെ എന്താ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണോ ഒരു ഇലക്ട്രോണിന് കറക്റ്റായിട്ട് വേവ്, അതായത് ഒരു ക്രസ്റ്റും ഒരു ട്രഫുമായിട്ട് ഒരു വേവ് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കാൻ കഴിയുന്ന അവിടെ മാത്രമേ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യൂ. ഫോർ എക്സാമ്പിൾ ഇത് n equal to 4 ആണ്. അപ്പോൾ ഇവിടെ 4 എന്താണ് വേവ് ലെങ്ത്, അതായത് ഫോർ എക്സാമ്പിൾ ഇത് വേവ് ക്രസ്റ്റ് ട്രഫ് 1, 2, 3, 4. അപ്പോൾ 4 വേവ് എവിടെയാണോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അവിടെ നാലാമത്തെ ഓർബിറ്റ് ഉണ്ടാവും. ഇനി എവിടെയാണോ 3 വേവ് എക്സിസ്റ്റ് ചെയ്യാൻ അവിടെ മൂന്നാമത്തെ ഓർബിറ്റ് ഉണ്ടാവുള്ളൂ. എവിടെ 2 വേവ് എക്സിസ്റ്റ് അവിടെ രണ്ടാമത്തെ, അതിൻ്റെ ഇടയിൽ ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് വേവ് ലെങ്ത്തിന്റെ കറസ്പോണ്ടിങ് ആയിട്ട്, അതാണ് 2πr. 2π സർക്കംഫറൻസ് ആണ്. 2π മീൻസ് സർക്കംഫറൻസ് ഓഫ് എയർ. ഈ സർക്കംഫറൻസ് എന്ന് പറയുന്നത് ലാംഡയുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ആണെങ്കിൽ ലാംഡ, രണ്ടാമത് 2 ലാംഡ, 3 ലാംഡ, 4 ലാംഡ. അപ്പോൾ എവിടെയാണോ ഒരു കംപ്ലീറ്റ് ലാംഡ നിലനിൽക്കാൻ കഴിയുന്ന അവിടെ മാത്രമേ ഒരു ഓർബിറ്റ് ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് 2πr. ഇത് സർക്കംഫറൻസ്, ലാംഡയുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് മാത്രമേ സർക്കംഫറൻസ് ഉണ്ടാവുള്ളൂ എന്നാണ് ആ ഇക്വേഷൻ പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്കറിയാം, ഫോർ മാറ്റർ വേവ് ലാംഡ ഇസ് ഈക്വൽ ടു h/mv ആണ്. അപ്പോൾ h/mv നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2πr is equal to nh/mv. So mvr is equal to L ആണ്, nh/2π. കാരണം ആ ഇക്വേഷൻ mvr എടുത്ത് നമുക്കറിയാം mvr is equal to L is equal to nh/2π. അപ്പോൾ അതല്ലേ പോസ്റ്റ്ലേറ്റ്. അപ്പോൾ 2πr is equal to n ലാംഡ എന്ന കൺസെപ്റ്റിൽ ഡി ബ്രോഗ്ലി വേവ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആംഗുലർ മൊമെന്റം ക്വാണ്ടൈസ്ഡ് ആകുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരികയാണ്. അപ്പോൾ ഇത് നമുക്ക് രണ്ട് കാര്യം പറയാം. ഡി ബ്രോഗ്ലി എക്സ്പ്ലനേഷൻ ഓഫ് ബോർ പോസ്റ്റ്ലേറ്റ് എന്ന് പറയുമ്പോൾ ബോറിന്റെ ആ സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് ശരിയാണെന്നും ഡി ബ്രോഗ്ലിന്റെ ഹൈപ്പോത്തറ്റിക്കൽ ഇക്വേഷൻ ലാംഡ is equal to h by എന്ന ഇക്വേഷൻ ശരിയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. സോ ഇത്രയാണ് നമുക്ക് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ടത് ബോർ പോസ്റ്റ്ലേറ്റ്സ്, ബോർ ലിമിറ്റേഷൻ, ഹൈഡ്രജൻ സ്പെക്ട്രം ആൻഡ് ഡി ബ്രോഗ്ലി explanation of Bohr second postulate. So hope these concepts are very clear to you. If you have any doubts, feel free to ask through comments. Thank you for watching. Thank you.